ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല. ദൃഢം എന്ന് പറഞ്ഞ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു പുതിയ മൂവി പോട്ടിട്ട് റിലീസായിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ റീസെൻ്റ്ലി കണ്ടു. അത് കണ്ടിട്ട് എനിക്ക് ഒരു നെഗറ്റീവും ആൻഡ് ഒരു ഡൗട്ടും തോന്നി, അത്രേ ഉള്ളൂ. ആക്ച്വലി മൂവിൻ്റെ പ്ലോട്ടും കാര്യവും ട്വിസ്റ്റും എല്ലാം അടിപൊളിയാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. കാരണം മൂവി നല്ല രസമുള്ളൊരു മൂവിയാണ്. എടുത്തിരിക്കുന്ന രീതിയും എല്ലാം എല്ലാം കൊള്ളാം. ബട്ട് സ്റ്റിൽ എനിക്ക് അതിനകത്തുള്ള ഡയലോഗ്സ് ഭയങ്കര ഒരു നാച്ചുറൽ ഡയലോഗ്സ് ആയിട്ട് തോന്നിയിട്ടില്ല. ഭയങ്കര പറഞ്ഞ് കറക്റ്റ് കറക്റ്റ് ഡയലോഗ്സിനൊരു ഇതില്ല ഗൈസ്. നിങ്ങൾക്കത് ഫീൽ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് ഫുൾ ഭയങ്കര കറക്റ്റ് പെർഫെക്റ്റ് മലയാളം. ഒരു ഒരു കറക്റ്റ് നമ്മൾ നോർമലി സ്പീക്ക് ചെയ്യുന്ന പോലെയല്ല. സാധാരണ ഒരാളായിട്ട് സംസാരിക്കുന്നതും ഇപ്പോൾ നോർമലി സിനിമ എല്ലാം കാണുന്ന സമയത്ത് ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഒരാളുടെ അപ്പുറത്തും ഇപ്പുറത്തും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇത് കറക്റ്റ് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് പറയുന്ന ഡയലോഗ്സ് പോലെയാണ് പേഴ്സണലി ഡയലോഗ് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ അവനും പറഞ്ഞ ഡയലോഗ് ഇതുപോലെ തന്നെ ഉണ്ട്, ലൈക്ക് പറഞ്ഞു പഠിപ്പിച്ചത്. അല്ലെങ്കിൽ എന്താ നോർമലി നമ്മളൊരു സിനിമ കാണുമ്പോൾ എൻജോയ് ചെയ്യുന്ന ഡയലോഗ് പോലെയല്ല. ഇതെല്ലാം ഡയലോഗ്സ് എല്ലാം കറക്റ്റ് എ ടു സെറ്റ് ഒരു പെർഫെക്റ്റ് മലയാളം എഴുതുന്ന പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡയലോഗ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു നാച്ചുറാലിറ്റി ഇല്ല ഡയലോഗ്സിനൊന്നും. ബട്ട് കഥ ആൻഡ് മൂവി റിയലി ഗ്രേറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്രേറ്റ് എന്ന് വെച്ചാൽ ഗുഡായിരുന്നു. പേഴ്സണലി എനിക്ക് സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ട്വിസ്റ്റും പ്ലോട്ട്സും കാര്യം എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഡയലോഗിൻ്റെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആ ഡയലോഗ് കുറച്ചും കൂടി ലൈക്ക് കോൺവെർസേഷൻ കുറച്ചും കൂടി നൈസായിട്ട് നമുക്കൊരു പറഞ്ഞ് പഠിച്ച് വെച്ച ഡയലോഗ് പറയാണ്ട് ലൈക്ക് ഫ്ലോയിൽ നോർമലി സ്പീക്ക് ചെയ്യുന്ന ഒരു സ്പീക്കിംഗ് ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ മൂവി കുറച്ചും കൂടി ലെവലിലെത്തിയാണ്. കുറച്ചുകൂടി കാണുമ്പോൾ കുറച്ചും കൂടി അതിൽ ഫുള്ളായിട്ട് ഇതായി പോയാൽ. എനിവേ, അതാണ് എനിക്ക് ഒന്നാമത്തെ പ്രശ്നമായിട്ട് തോന്നിയത്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പം ഈ മൂവി കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പോലീസ് സ്റ്റേഷനിലുള്ള 2 ഫീമെയിൽ കോൺസ്റ്റബിൾസ് ഉണ്ട്. അതിനകത്ത് ഒരു കോൺസ്റ്റബിളിന് ചെറുതായിട്ട് നമ്മുടെ പുതിയ വന്ന ഇൻസ്പെക്ടറാണ് ഷെയ്ൻ നിഗത്തിൻ്റെ ക്യാരക്ടറിനോട് ചെറിയൊരു ക്രഷ് പോലെ സംഭവം അടിക്കുന്നുണ്ട്. ആൻഡ് കോൺസ്റ്റബിളൊക്കെ കരാട്ട എല്ലാം പഠിച്ച കോൺസ്റ്റബിളാണ്. ബട്ട് സിനിമേൻ്റെ എൻഡ് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ പ്ലോട്ട് ട്വിസ്റ്റ് മനസ്സിലാവും. ലൈക്ക് എല്ലാവരും കൂടി ചെയ്ത സംഭവമാണ്. പിന്നെ സ്റ്റേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാവരും കൂടി ചെയ്ത് നടത്തിയൊരു ക്രൈം കാര്യം സംഭവമാണ്. ബട്ട് നമുക്ക് ആദ്യമെല്ലാം എൻ്റെ എത്താറാൻ സമയത്ത് ഓരോന്ന് വെളിപ്പെടുത്തും. ആദ്യം രണ്ടെണ്ണത്തിന് സംശയം ഉണ്ടാവും. ലൈക്ക് ഇവർ രണ്ടാളാണ് ചെയ്തത്. പിന്നെ അതിനകത്ത് ഒരാളും കൂടി കൂടും, 4 ആൾ കൂടും. ഓൾമോസ്റ്റ് ഒരു 4 ആൾക്കാരും കൂടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആൻഡ് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ലേഡി കോൺസ്റ്റബിളും കൂടി ഫൈറ്റിൽ കയറുന്നുണ്ട്, കരാട്ട പഠിച്ച ലേഡി കോൺസ്റ്റബിൾ. പക്ഷെ പുള്ളിക്കാരി ഇതിനകത്ത് ഇവർ പങ്ക് വഹിച്ചതിൽ എവിടെയാണ് പുള്ളിക്കാരിയുടെ പങ്ക് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നമുക്ക് ഫ്ലാഷ് ബാക്സ് കാണിക്കുമ്പോഴും മറ്റേ പ്ലാൻ ചെയ്യുന്ന സമയത്തും ഒന്നും നമ്മൾ ഈ ലേഡി കോൺസ്റ്റബിളിൻ്റെ ആ കരാട്ട അറിയുന്ന ലേഡി കോൺസ്റ്റബിളിൻ്റെ ആ ക്യാരക്ടർ പേഴ്സണലി ഒരു സാധനം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല. ഒരു ക്രൈമിൽ ഇൻക്ലൂഡഡ് ആയിട്ട് കാണിക്കുന്നില്ല. ആകെ ഒരൊറ്റ സീൻ ലാസ്റ്റ് എൻഡിങ്ങിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവരൊപ്പം സൈഡ് പിടിച്ച് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലേഡി കോൺസ്റ്റബിൾ ഇവരൊപ്പം തന്നെ ഉണ്ടായിരുന്നതാണോ? ലൈക്ക് ഇതൊരു സീൻസിലും ആ പുള്ളിക്കാരിനെ കാണിച്ചിട്ടേ ഇല്ല. എൻ്റെ വരുന്ന സമയത്താണ് നമ്മൾ ഷെയ്ൻ നിഗത്തിനെ അടിച്ചിടുന്ന സമയത്താണ് മനസ്സിലാകുന്നത് പുള്ളിക്കാരും ഇൻവോൾവ്ഡ് ആണ്. ബട്ട് പുള്ളിക്കാരി എന്താണെടുത്ത് ഈ ടീമിന് ചെയ്തെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് എനിക്കുണ്ടായ ഫസ്റ്റ് കൺഫ്യൂഷൻ. പിന്നെ എനിക്ക് തോന്നി, ഇപ്പോൾ പുള്ളിക്കാരിയും ഇൻവോൾവ്ഡ് ആണെങ്കിൽ ബാക്കി 2 ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാണ്ടിട്ടുള്ളൂ, ഒരു കോൺസ്റ്റബിളും അതേപോലെ തന്നെ ഒരു ലേഡി കോൺസ്റ്റബിളും. അപ്പോൾ ഇവർ രണ്ടാളും ആ സമയത്ത് സ്ഥലത്തില്ലാത്ത കൊണ്ടാണോ ഷെയ്ൻ നിഗത്തിനോട് ഫൈറ്റ് ചെയ്യാത്തത്, അതോ ഇവർ രണ്ടും ഈ സംഭവമേ അറിഞ്ഞിട്ടില്ല? ഇത്രയും സംഭവം അറിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ ഇത്രയും സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമല്ലേ ഇത്. മറ്റേ 2 ആൾക്കാരും കൂടി ഇതിൽ ഇൻവോൾവ് ആയിരിക്കൂലേ? അല്ലാണ്ട് ഇവർ മാത്രം ഒന്നും അറിയാണ്ട് പുണ്യാളന്മാരാവില്ലല്ലോ. വാട്ട് യു ഗൈസ് തിങ്ക്? ഐ ഫീൽ ലൈക്ക് ഇപ്പോൾ 4 ആൾക്കാരാണ് ചെയ്ത പോലെ കാണിക്കുന്നത്. മേ ബി ഇപ്പം ആ പോലീസ് സ്റ്റേഷൻ ഷെയ്ൻ നിഗം ഇവരെ കൺഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് അവരാകെ 5 ആൾക്കാരാണ് ഉള്ളതുകൊണ്ട് ഷെയ്ൻ നിഗത്തിനെ അടിച്ച്
കൊല്ലാൻ നോക്കി. ബട്ട് ബാക്കി രണ്ടാൾ ആ സമയത്ത് സ്റ്റേഷനിൽ ഇല്ലായിരുന്നു. ആൻഡ് ഇവർ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ഇവരെല്ലാവരും പിടിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിലാകുന്നത്. ഒന്നെങ്കിൽ ഇവർ കവറപ്പ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇവരിതിനകത്ത് ഇൻവോൾവ്ഡ് അല്ല. പക്ഷെ അതൊരു സംതിങ് ഫിഷ് അടിക്കുന്നില്ലേ? എനിക്ക് ഫിഷ് അടിക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് എനിക്ക് ദൃഢ മൂവിനെ കുറിച്ച് പറയാനുള്ളത്. ബട്ട് ദ മൂവി വാസ് ഗുഡ്. പ്ലോട്ട് ട്വിസ്റ്റും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സസ്പെൻസ് ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെടും. ബട്ട് ഡയലോഗ് ഒരുമാതിരി അച്ചടി ഡയലോഗ്സാണ്. അത്രയുള്ള കാഴ്ച ഇന്നത്തെ വീഡിയോ. സോ ബൈ.